ജോലിയിൽ നിന്നും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി തുക ലഭിച്ചില്ലെന്ന് പരാതി. പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ആരോപണം. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും പഞ്ചായത്ത് തോട്ടിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി പരാതി. 2 വർഷത്തിലധികമായി മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നുണ്ടെന്ന് നാട്ടുകാർ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ചികിത്സയിലിരിക്കെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് കൊമ്പൻ ചരിഞ്ഞത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജോലിയിൽ നിന്നും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി തുക ലഭിച്ചില്ലെന്ന് പരാതി. പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ആരോപണം. 2023-24 വർഷങ്ങളിൽ അംഗനവാടിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാള ICDSന് കീഴിലുള്ള അംഗനവാടികളിൽ നിന്നും വിരമിച്ചവരാണ് പ്രതിഷേധമറിയിച്ചത്. ഇതുവരെ ഞങ്ങൾക്ക് പെൻഷനും ഇല്ല. ഞങ്ങൾ 500 രൂപ എല്ലാ മാസവും ക്ഷേമനിധിയിൽ അടയ്ക്കാറുണ്ട്. ഞങ്ങളുടെ ഓണറിൽ നിന്ന് കട്ട് ചെയ്യാറാണ് പതിവ്. ആ പൈസ അതിൻ്റെ ഒരു വിവരവും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്ഷേമനിധിയിൽ ഇപ്പോൾ ഫണ്ടില്ലെന്നാണ് പറയണത് ഞങ്ങൾക്ക് തരാൻ. 2023 ഏപ്രിലിൽ റിട്ടയർഡ് ആയവർക്കുമില്ല, 2024 ഏപ്രിലിൽ റിട്ടയർഡ് ആയവർക്കുമില്ല. ഇനിയിപ്പോൾ 2025 ഇതേപോലെ റിട്ടയർഡ് ആവാനുണ്ട്. ഞങ്ങൾ 41 വർഷമൊക്കെ സർവീസിലിരുന്നവരാണ്. തുച്ഛമായ വരുമാനമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഓണറേറിയം. എന്നിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾ അംഗൻവാടിയിൽ ഹോമിച്ചവരാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. പെൻഷൻ 2500 ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം രോഗികളായാണ് പലരും വിരമിച്ചത്. ഇക്കാലയളവിൽ ക്ഷേമനിധി തുക അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ തുക എത്രയും പെട്ടെന്ന് നൽകാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇന്നിപ്പോൾ ആശാവർക്കർമാർ അവിടെ സമരം നടത്തുന്നുണ്ട്. ഈ ആശാവർക്കർമാർക്ക് ഒരു കുത്തിവയ്പ്പിനെയും ഒരു പ്രഗ്നൻറ്റിനെ കണ്ടെത്തി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇൻറ്റൻസീവ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് യാതൊന്നും ഇച്ഛിക്കാതെ തന്നെ വെറും 175 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പണികൾ മുഴുവനും ചെയ്തിരുന്നത്. ആശാവർക്കർമാരെ അവഗണിക്കണം എന്നല്ല, അവരെ പരിഗണിക്കണം, അവർക്ക് കൊടുക്കണ്ട എന്നല്ല ഞങ്ങൾ പറയണത്. ഇപ്പോഴും അവർ ഏകദേശം ഒരു 10, 15, 17 വർഷം ആയിട്ടുണ്ടാകുള്ളൂ അവർ കയറിയിട്ട്. ഞങ്ങൾ 41 വർഷമായി ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒത്തിരി ക്ഷേമ വകുപ്പിൻ്റെ ക്ഷേമ പെൻഷനുകളും ഇതെല്ലാനും കണ്ടെത്തി ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ കണ്ടെത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി കൊടുത്തിരുന്നു ഈ തുച്ഛമായ 175 രൂപക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് 10 പൈസ 5 പൈസ ഈ വീതമാണ് വിറകിനൊക്കെ കിട്ടിയിരുന്നു. ഞങ്ങൾ മറ്റുള്ള വീടുകളിലൊക്കെ പോയി എരന്നും ചോദിച്ചും ഒക്കെയാണ് ഞങ്ങൾ, പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തും ഒക്കെയാണ് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് സേവന വ്യവസ്ഥയിൽ ജോലി ചെയ്തോളാമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കിത് തിരിച്ചൊന്നും ചോദിക്കാൻ കഴിവില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ഈ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കണ നേരത്തും അവിടെ നിങ്ങോട്ട് കഴിഞ്ഞിറങ്ങണ നേരത്തൊക്കെയാണ് ഞങ്ങൾ ഈ ജോലിയിൽ കയറിയത്. ഇത് ഒത്തിരി വലുതാകും എന്നുള്ളൊരു ധാരണയിൽ കയറിപ്പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇത് കഴിഞ്ഞ് ഈ 40 വർഷത്തിനുള്ളിലാണ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് സർവീസിൽ നിന്ന് പിരിയണ നേരത്തെ ആകെ 12,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ 5 രൂപ 5 പൈസ 10 പൈസ 25 പൈസ 50 പൈസ അങ്ങനെ കയറി ഞങ്ങൾ ഇറങ്ങണ നേരത്ത് 2 രൂപ പച്ചക്കറിക്കും വിറകിനൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. ഒത്തിരി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ വന്ന പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന കുട്ടികളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ സമാഹരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ പലരുടെയും കെട്ടുതാലി പണയം വെച്ചും വിറ്റും അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് സ്വന്തക്കാരുടെ അടുത്ത് നിന്ന് സ്ഥലങ്ങൾ കൊടുത്ത് 2 സെൻറ്റ് സ്ഥലം കൊടുത്ത് 15,000 രൂപയാണ് നമുക്ക് കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഗവൺമെൻറ് തന്നിരുന്നത്. ഈ 15,000 രൂപയിൽ ഉൾപ്പെടാതെ അതുപോലത്തെ ഒരു 15,000 കൂടിയും പിരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം മാറി എങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 20 രൂപ 30 രൂപ 200 രൂപ 500 രൂപ ഈ വീതമാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ക്ഷേമനിധി പിരിച്ചിരുന്നത്. ഈ പിരിച്ച പൈസ ഇതുവരെയിട്ടും 2 വർഷമായി ഞാൻ റിട്ടയർഡായിട്ട്
ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല ക്ഷേമനിധിയുടെ പൈസ. പെൻഷനാണെങ്കിൽ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും പെൻഡിങ്ങിലാണ്. മുഴുവൻ ഈ മാസം വരെയുള്ള പെൻഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒക്ടോബർ വരെയുള്ള പെൻഷനാണ് കിട്ടിയിരിക്കുന്നത്. അത് ക്രമാതീതമായിട്ട് തരും എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ക്ഷേമനിധിയുടെ പൈസ, അടച്ച പൈസ തരാതെ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഈ 2500 രൂപയും കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഞങ്ങളുടെ നടക്കില്ല. അപ്പം ഞങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം. എല്ലാവരും രോഗികളാണ്. ജീവിതശൈലി രോഗങ്ങളല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗങ്ങൾ എന്ന് വെച്ചാൽ ആദ്യകാലത്ത് വീടാന്തരം നടന്നും കുന്നും മലയും കയറി ഇറങ്ങി നടന്ന് ഞങ്ങളുടെ എല്ലുകളൊക്കെ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടാണ് ഞങ്ങൾ നാട്ടുകാരുടെ മക്കളെ വളർത്തിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയാലും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവരെ ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലും എവിടം വരെ എത്താൻ പറ്റുമോ അവിടം വരെയൊക്കെ ഞങ്ങൾ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. കൂടാതെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും അത് കൃത്യമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിവേദനം നൽകിയിരിക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ. മീഡിയ ടൈം, മാള. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും മാള ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ പഞ്ചായത്ത് തോട്ടിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി പരാതി. കഴിഞ്ഞ 2 വർഷത്തിലധികമായി മാള ഹോളി ഗ്രേസ് കോമ്പൗണ്ടിൽ നിന്നും മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമൂലം പരിസരവാസികളുടെ കിണറുകൾ മലിനമായിരിക്കുകയാണ്. മാലിന്യത്തിന്റെ അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് പരിസരവാസികളായ കുട്ടികൾ ഈ മലിനജലത്തിൽ അറിയാതെ കൈകഴുകുകയും തുടർന്ന് കണ്ണുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഹോളി ഗ്രേസ് അധികൃതരോടും പഞ്ചായത്തിനോടും ആരോഗ്യവകുപ്പിനോടും പലവട്ടം പരാതികൾ പറഞ്ഞെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഹോളി ഗ്രേസ് അധികൃതരെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹോളി ഗ്രേസ് എന്നുള്ള മാലിന്യങ്ങൾ ഈ പൊതു തോട്ടിക്കൂടെയാണ് വിടുന്നത്. ഇത് കുറേ വർഷം കൊണ്ട് ഉള്ളതാണ്. ഇവിടെ നാട്ടുകാർക്ക് ഭയങ്കര മണമാണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ ഒരുപാട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങേ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ളത് ഇങ്ങേ സൈഡിലേക്കായിട്ട് മാറിയൊക്കെയാണ്. ഇത് ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിൽ ഇതിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങോ? ഈ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ട്. ഒരു കന്നാലികൾ വരെ ഇറക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള അഴുക്കുകളാണ് ഇതിനുള്ളിൽ കൂടെ പോകുന്നത്. ഹോളി ഗ്രേസിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായെന്നും അതിനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത എല്ലാ മലിനജലവും ഈ പഞ്ചായത്ത് തോട്ടിലേക്കാണ് ഹോളി ഗ്രേസ് അധികൃതർ ഒഴുക്കിവിടുന്നതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഞാനിവിടെ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മണവും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ തോട്ടിൽ കൂടെ ഒരുപാട് കച്ചറ വെള്ളം, ഈ മനുഷ്യവിസർജ്ജനം ഒക്കെ ഒഴുകി വന്നത് കാണുന്നത്. അങ്ങനെയാണ് പിന്നെ ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയാലും ആലോചന ഉണ്ടായത്. തൊട്ടടുത്തുള്ള നാട്ടുകാരായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ടും ഇത് ചെയ്യാം, നമുക്ക് അതിന് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ ചാനലായിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യം. അതിന് എത്രയും വേഗം ഒരു നല്ല നടപടി സ്വീകരിച്ചത്. നല്ല വൃത്തിയും ശുദ്ധിയുള്ളൊരു വെള്ളം ഒഴുകുന്ന തോടാണത്. അത് വൃത്തിയാക്കി തന്നെ എന്നൊരു അപേക്ഷയാണ് പറയാനുള്ളത്. കഴിഞ്ഞ മാസം 25-ാം തീയതി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോളി ഗ്രേസ് കോളേജിലെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ലൈസൻസ് നൽകുന്നതിന്റെ ഭാഗമായുള്ള സാനിറ്ററി കണ്ടീഷൻ പരിശോധിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹോളി ഗ്രേസ് ക്യാൻറ്റീനിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ന്യൂനതകൾ കണ്ടെത്തുകയും 10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാള ഹോളി ഗ്രേസിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ പഞ്ചായത്ത് തോട്ടിലേക്ക് നിരന്തരമായി ഒഴുക്കിവിടുന്നതിനെപ്പറ്റി മാള ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പഞ്ചായത്താരും ആരോഗ്യവകുപ്പും ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. സാധാരണ നമ്മൊരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ആരോഗ്യവകുപ്പിനെ കൊണ്ടുവന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഇതൊന്നും ഇവരിത് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു അശ്രദ്ധ രീതിയിലാണ് ഈ തോട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നുവെന്നും
എന്നാൽ ഇപ്പോൾ തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറയുന്നത്. ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും വിശദമായി അന്വേഷിച്ചതിനു ശേഷം പിന്നീട് അറിയിക്കാമെന്നുമാണ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ പറഞ്ഞത്. മീഡിയ ടൈം, മാള. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ചികിത്സയിലിരിക്കെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് കൊമ്പൻ ചരിഞ്ഞത്. കൊമ്പന്റെ മസ്തകത്തിൽ ആഴത്തിൽ ഉണ്ടായിരുന്ന മുറിവിനെ തുടർന്ന് തുമ്പിക്കൈയിലേക്കും അണുബാധ ഉണ്ടാവുകയും ഇതുമൂലം ആന ഗുരുതരാവസ്ഥയിലാവുകയുമായിരുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയുടെ മുറിവിൽ പുഴുക്കളെ കണ്ടെത്തിയതോടെയാണ് പിടികൂടി ചികിത്സിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറയ്ക്ക് സമീപത്തു നിന്നാണ് ആനയെ പിടികൂടിയത്. വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള 25 അംഗ സംഘം സ്ഥലത്തെത്തിയാണ് മയക്കുവെടി വെച്ചത്. മസ്തകത്തിലെ മുറിവിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയത്. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്ന് കൊമ്പൻ ചെരിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. മീഡിയ ടൈം, ചാലക്കുടി. കേരളം സമർപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് വിയോജിപ്പാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിന് വേഗം കൂടിയ റെയിൽ ആവശ്യമാണെന്ന് മാത്രമാണ് കേന്ദ്ര റെയിൽ മന്ത്രി പറഞ്ഞത്. അത് സിൽവർ ലൈനുള്ള അനുമതിയല്ല. കേരളത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കാത്തതും കേരളത്തെ ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്നതുമായ പദ്ധതിക്ക് അനുമതി നൽകില്ല. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിയോട് BJPക്കും കേന്ദ്ര സർക്കാരിനും ഒരേ നിലപാടാണ്. അത് അശാസ്ത്രീയവും അപ്രായോഗികവുമാണെന്ന് തന്നെയാണ് നിലപാടെന്നും അദ്ദേഹം തൃശ്ശൂരിൽ പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ലൈനാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവരുടെയും ലൈൻ. കാരണം സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി റെയിൽവേയുടെ മുന്നിലുള്ളതാണ്. റെയിൽവേ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിന് പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന, കേരളത്തിന് വലിയ കടത്തിന്റെ ഭാരം വലിച്ചു വെക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല. അതേസമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേഗതയുള്ള തീവണ്ടി സർവീസ് ലഭ്യമാകേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കേരള സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതി അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ് സമീപനം. ഇനി മറ്റു വാർത്തകളിലേക്ക്. മേലടൂർ സർക്കാർ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ വാർഷികാഘോഷവും നടന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിച്ച MLA VR സുനിൽകുമാർ മന്ത്രിയുടെ സന്ദേശം വായിച്ചു. ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. 2016 സർക്കാർ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. പൊതുവിദ്യാലയങ്ങൾ അടയ്ക്കുക എന്നത് സർക്കാരിൻ്റെ നയമല്ലെന്ന്, അവയെ നാടിൻ്റെ പൊതുനന്മയ്ക്കായി സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഈ മേഖലയിൽ 5000 കോടി രൂപ നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മെച്ചപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. മികച്ച ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ക്ലാസ് മുറികളും സാങ്കേതിക വിദ്യാ സൗഹൃദമായി മാറ്റിയിട്ടുണ്ട്. പല വിദ്യാലയങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനു ശേഷം ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി പ്രതിഭകൾക്കുള്ള ആദരവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2020-21 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് 104 വർഷമായി ഗ്രാമീണ ജനതയ്ക്ക് വിദ്യ പകർന്നു നൽകുന്ന സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത സജീവൻ, ലളിത ദിവാകരൻ, ആനി ആൻഡു,
KK രവി നമ്പൂതിരി, ഷീജ നസീർ, ടെസി ടൈറ്റസ്, CK ഷിജു, AU KK സുരേഷ്, വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ്, PTA പ്രസിഡന്റ് AA ധനേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സഹകരണ മേഖല കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വലിയ പങ്ക് വഹിച്ചവരാണെന്ന് നിയമസഭ സ്പീക്കർ AN ഷംസീർ. എല്ലാ കാര്യത്തിലും മുന്നിലായതിനാൽ കേന്ദ്രം നമുക്ക് ഫണ്ട് തരുന്നില്ല. അതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശതാബ്ദി ആഘോഷ പരിപാടികൾ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. 1646 ബാങ്കാണ് കേരളത്തിലുള്ളത്. ഇത്രയും ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മേഖലയെക്കുറിച്ച് പറഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ, കയർ തൊഴിലാളികൾ, ചെത്തു തൊഴിലാളികൾ, ഇവരൊക്കെയാണ് സാധാരണക്കാരുടെ ഈ പ്രസ്ഥാനം. അപ്പം ഏതെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടായാൽ അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പോൾ സഹകരണ മേഖല കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് വലിയ പങ്ക് വഹിച്ചവരാണ്. നിങ്ങൾ ആലോചിക്കണം, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാലോ, ആ വ്യത്യസ്തമായതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് കേന്ദ്രം ഫണ്ട് തരുന്നില്ല? അത് പറയും, അത് കേരളം എല്ലാം മുമ്പിലാണ്. കേരളം എല്ലാം മുമ്പിലാവാനുള്ള കാരണം സഹകരണ പ്രസ്ഥാനങ്ങളും നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത് പോയി ഉണ്ടാക്കിയതും വിദ്യാഭ്യാസ മേഖലയിൽ നാം ഉണ്ടാക്കിയ നേട്ടമാണ്. അതിൽ സഹകരണ പ്രസ്ഥാനം നിർണായക പങ്ക് വഹിച്ചു. ശതാബ്ദി ആഘോഷ പരിപാടികൾ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NS ഹരിദാസ് അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി CS ജിനി, മുൻ സഹകരണ മന്ത്രി S ശർമ്മ മുഖ്യാതിഥിയായിരുന്നു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, ബാബു തമ്പുരാട്ടി, TV നിതിൻ, MK ഷബുന, KP വിശ്വനാഥൻ, KV അനന്തൻ, KV ജോഷി, PR ദിലീപ്, KM അംബ്രോസ്, സജന സൈമൺ, PG ജിൻജോ, S സുമേഷ്, PP അജയകുമാർ, CP അഖിൽദാസ് എന്നിവർ സംസാരിച്ചു. ശതാബ്ദിയുടെ നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LPSൽ തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരനും റിട്ടയർഡ് AUയുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത്, കാർഷിക സർവകലാശാല മുൻ ജീവനക്കാരനും മുൻ ആകാശവാണി അനൗൺസറുമായ സതീഷ് നായർ, ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, PM സതീഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് PV വനജ, OB രതീഷ്, ശശി നെട്ടിശ്ശേരി, T ശ്രീധരൻ, സിൻഡോമോൾ സോജൻ, ജോർജ് മഞ്ഞിയിൽ, T കൃഷ്ണകുമാർ, TS ബാലൻ, ജെയിംസ് ചിറ്റിലപ്പള്ളി, T രഘു, നാരായണൻകുട്ടി, അലൻ സോജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിവും ആരോഗ്യം, ഇച്ഛാശക്തി എന്നിവ ഉണ്ടായാൽ ആനന്ദമുണ്ടാകുമെന്നും നല്ല പൗരന്മാരാകുമെന്നും അമ്മ മലയാളം ഉത്ബോധിപ്പിച്ചു. ഒപ്പം തന്നെ ഉണ്ടാവേണ്ടതാണ് ആരോഗ്യം. പക്ഷെ എന്ത് വാക്ക് ആദ്യം പറഞ്ഞേ? അറിവ്. പിന്നത്തെ വാക്ക് എന്താ പറഞ്ഞേ? ആരോഗ്യം. പിന്നെ ഒരു വാക്കും കൂടെ ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടെ പറയുമോ ആ വാക്ക്? ഇച്ഛ. ഇച്ഛല്ല, ഇച്ഛ. ഇച്ഛ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സാഹത്തെ ഉണ്ടാക്കുന്ന ശക്തി. മേലൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മികവുത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൈറ്റ് മിസ്ട്രസ് MN ഗീത, SMC ചെയർമാൻ അനിൽ ജോൺ, പ്രധാന അധ്യാപിക ദിവ്യ ദാമോദരൻ, സ്റ്റാഫ് സെക്രട്ടറി സൂരജ് K ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് സിജു ചക്കാലക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലിറ്റിൽ കൈറ്റ്സ് പഠന പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മികവാർന്ന ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. സ്ക്രാച്ചിലും പൈത്തണിലും തയ്യാറാക്കിയ ഗെയിം ഷോകൾ, ഓപ്പൺ ടൂൾസ്, ടു ബി ട്യൂബ് ഡെസ്ക്, ബ്ലെൻഡർ എന്നീ ആനിമേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ
2D 3D ആനിമേഷൻ കൂടാതെ നിർമ്മിത ബുദ്ധി, റോബോട്ടിക് എന്നീ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തി തയ്യാറാക്കിയ ഉപകരണങ്ങൾ, മാതൃകകൾ എന്നിവ വിനോദവും വിജ്ഞാനവും ഇന്നോവേഷനും ഇടകലർന്ന കൗതുക കാഴ്ചകളായിരുന്നു. ബ്ലെൻഡറിൽ തയ്യാറാക്കിയ ലഹരിക്കെതിരെ ജാഗ്രത എന്ന ആനിമേഷനും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയ സെക്യൂരിറ്റി ക്യാമറയും നൂതന സാങ്കേതികവിദ്യ പുതുതലമുറയുടെ കൈകളിൽ ഒതുക്കിയ കാണാ കാഴ്ചകളായി. കൊടുങ്ങല്ലൂരിൽ നടു റോഡിൽ യുവാവിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം. പോലീസ് പിടികൂടിയപ്പോൾ സ്റ്റേഷനിലെ ചില്ലുഭിത്തിയും വാതിലും അടിച്ചു തകർത്ത യുവാവിനെ റിമാൻഡ് ചെയ്തു. ലോകമല്ലേശ്വരം ഓളിപ്പറമ്പിൽ ഷെബിൻ ഷായാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പടാക്കുളം പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പട്രോൾ സംഘം തടയുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം, കശ്യപ്യൻ, ജോഷി, ഡ്രൈവർ CPO അഖിൽ, ഹോംഗാർഡ് ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷിബിൻ ഷായ്ക്ക് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2023-ലും 2025-ലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 കേസുകൾ ഉൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. ഓടിപ്പോയ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജോലിയിൽ നിന്നും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി തുക ലഭിച്ചില്ലെന്ന് പരാതി. പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ആരോപണം. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും പഞ്ചായത്ത് തോട്ടിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി പരാതി. 2 വർഷത്തിലധികമായി മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നുണ്ടെന്ന് നാട്ടുകാർ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ചികിത്സയിലിരിക്കെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് കൊമ്പൻ ചരിഞ്ഞത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.